ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെപ്പോഴാണ്? അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോവാം. ഏതാ? പാട്രിയോട്ട് അങ്ങനെയല്ലേ പറയാം? ഒന്നും കൂടി മറ്റേ ഗൂഗിൾ വെച്ച് നോക്കേണ്ടി വരുന്നു. നമ്മുടെ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ പടം. അപ്പം ഞങ്ങൾ ഇന്നാണ് നമ്മൾ റിലീസ് ആവണത്. അപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ വേഗം തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മേക്കപ്പ് ഒന്നും അധികം ഇട്ടിട്ടില്ല, പോവാണ്. ആകെ ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുള്ളൂ. കുറച്ച് ബേബി ക്രീം, കണ്ണെഴുതി, പൊട്ട് തൊട്ട്, പുളിയിലൊക്കെ എവിടെ? നോ ബ്ലാക്ക്, അത് ഐലൈനറാ. അപ്പം സിനിമ പോയി കാണാൻ പോവാം. റെഡി ആയി. 8:30-ക്കാണ്. ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയുള്ള MCPന്ന് 5 വർഷമൊക്കെ ആയി കാണും. 160 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു കമ്മലാണ്. ഇപ്പോഴും അതിന് തിളക്കം ഒട്ടും തന്നെ മാറിയിട്ടില്ല. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ ചേട്ടാ? ഇരിഞ്ഞാലക്കുടന്ന് വാങ്ങിച്ചതാ. ഒന്നും എടുക്കണില്ല. അപ്പം ഇപ്പഴും അതിൻ്റെ ഇതുണ്ട്. ഇവനെന്താ പാക്ക് ചെയ്യുവാണോ കറക്റ്റ് ആയിട്ട്? തണുപ്പുണ്ട് പുറത്ത്. അപ്പം ഇനി സിനിമയ്ക്ക് പോയല്ലോ. കണ്ടിട്ട് അഭിപ്രായം പറയാം. അതന്നെ മലയാളം ആയതുകൊണ്ട് പറയണേട്ടാ. പടാർന്നു റെസ്പെക്ട് മലയാളീസ്. അപ്പൊ ഇപ്പൊ ഏകദേശം 8 മണി കഴിഞ്ഞു കേട്ടോ. എന്റെ ലൈറ്റ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. ഓ കളർഫുൾ ആയല്ലോ. ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഞങ്ങളിതേ 8 മണി കഴിഞ്ഞു. ഇവിടുന്ന് എത്ര മിനിറ്റ് ഉണ്ട് ചേട്ടാ? 10 മിനിറ്റ് ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഇനി പതുക്കെ സിനിമ പോയിട്ട് കണ്ടിട്ട് വന്നാലോ. റിവ്യൂസ് കേട്ടോ അവൻ്റെ? ഫസ്റ്റ് ഷോ കഴിഞ്ഞു അല്ലേ? നമ്മുടെ ഇവിടുത്തെ 4:30 കണ്ടായിരുന്നു. സ്വന്തമായിട്ട് കണ്ടു നോക്കാം അല്ലേ ഈ ഷോ? നീ ഉറങ്ങാനാണോ വരുന്നത്? അടിപൊളി. ലാസ്റ്റ് നമ്മൾ ഏത് സിനിമയ്ക്ക് പോയത്? വാഴ സിനിമയ്ക്ക് ഞാൻ വാഴ എന്നുള്ള പേര് എഴുതി കാണിച്ചപ്പോ ഞാൻ കിടന്ന് ഉറങ്ങി അല്ലേ? ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര തിരക്കല്ലായിരുന്നോ? പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ കിടന്ന് ഉറങ്ങി. പക്ഷെ ഇന്ന് ഞാൻ ഉറങ്ങൂല, സുഖമായിട്ട് സിനിമ കാണും. നീ ഉറങ്ങോ? ഓക്കെ, അപ്പൊ പോയിട്ട് സിനിമ കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഹാമിൽട്ടണിലുള്ള ഹോയിസ്റ്ററിനെ കാണാൻ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഞാനും വൗട്ടിയും പൊന്നസും എല്ലാവരും കൂടി നടന്നു പോവാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ സംശയമായിരുന്നു വണ്ടി ലോക്ക് ചെയ്തോ നോക്കരുത്. അപ്പോൾ അതിനിടയ്ക്ക് പൊന്നൂസും ഞാനും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസ് പറഞ്ഞ അമ്മ ഞാൻ അമ്മേനേക്കാളും വലുതായി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞങ്ങളിതേ അകത്തെത്തി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത കാരണം അവിടെ പോയി നമ്മൾ ടിക്കറ്റ് ജസ്റ്റ് നമ്മൾ ആ മൊബൈലിനകത്ത് കാണിച്ചു തന്നാൽ അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പിന്നെ ഇവിടെ സ്ഥിരം എന്നിവിടെ വന്നാലും ഭൗട്ടിക്കും മുന്നസിനും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് എടുക്കണം. അപ്പോൾ ഇപ്പോൾ അവർ ഇന്ന് എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. അത്രയും എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയത് കാരണം തന്നെ നമ്മൾ പിന്നെ അവിടെ ചെന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ സിനിമ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം സാധാരണ എല്ലാ പ്രാവശ്യവും സിനിമ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ റിവ്യൂ കണ്ടിട്ടാണ് പോവുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് പോലും അറിയാണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ നമ്മുടെ ഫിലിം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഞാൻ എൻ്റെ വീടിനൊക്കെ ആ ഫിലിമിൻ്റെ പേര് എഴുതി കാണിക്കണം നോക്കി ഇരുന്ന് പെട്ടെന്ന് അത് വന്നു പോയപ്പം നമ്മൾക്കത് മിസ്സായിപ്പോയി. പിന്നെ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മമ്മൂട്ടി, പിന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ എല്ലാവരും വരുന്നത് ഞാൻ ഓരോ ക്ലിപ്പ് എടുത്തു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ശരിക്കും നയൻതാര ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ടെന്ന്. അപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. പിന്നെ നമ്മുടെ ലാലേട്ടൻ വന്നപ്പോൾ ഭയങ്കര കയ്യടിയും ബഹളം ഒച്ചയും ഒക്കെ ആയിരുന്നു കേട്ടോ. ലാലേട്ടനെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര വിളിയൊക്കെ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വൗട്ടിയ സിനിമ? അവിടെ ചെന്നപ്പോ തന്നെ മറ്റേ ഐ മാസ്ക്, എന്താ ഐ ഷീൽഡോ എന്നിട്ട് അതിന് പറയാം, ഐ മാസ്ക് ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. പൊന്നുസേ നിനക്ക് ഇഷ്ടമായി? പൊന്നുസേ എന്റെ ഇഷ്ടമായാ? എങ്ങനെയുണ്ട് പടം?
പടം കുറച്ച് പൊളി പൊളി പൊളി. നമുക്ക് വന്നൊരു കൊറേ ഇരുന്ന് ചിരിച്ചു മറിയാനുള്ള അങ്ങനത്തെ കോമഡി പടമല്ല, കുറച്ച് ത്രില്ലർ അല്ലേ. അതിലത്തെ ചിലതൊക്കെ മറ്റേ ഇംഗ്ലീഷ് പടമൊക്കെ കാണുന്ന പോലത്തെ ഒരു എഫക്ട് കിട്ടി അല്ലേ. ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇടിയൊക്കെ. ഒരു സ്ഥലം മാത്രം എനിക്ക് ഇഷ്ടമില്ല, ലാസ്റ്റത്തെ വണ്ടി പറയണത്. വണ്ടി പറയണത് മാത്രമേ എന്റെ കുറച്ച് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. പിന്നെ മറ്റേ എന്താ പറയാ താരനിരകളായിരുന്നു. ഫഹദ് ഫാസില്, കുഞ്ചാക്കോ ബോബൻ, അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര നയൻതാര, മമ്മൂട്ടി, മോഹൻലാൽ ഓഫ് കോഴ്സ്. അങ്ങനെ എന്താ പറയാ താരനിര. നമ്മുടെ അയ്യോ മറ്റേ എന്താ ജിയോ മച്ചാനെ കണ്ടുട്ടോ. ജിയോ മച്ചാനെ കണ്ടു ഭയങ്കര സന്തോഷം. ജിയോ മച്ചാനുണ്ട് ഇതിനിടയ്ക്ക് വന്ന്. കുറച്ചുള്ളൂ, പക്ഷെ എന്നാലും അവരൊക്കെ കണ്ടപ്പോ രസം. അവസാനം വരെ നമുക്ക് ഒരു ഇങ്ങനെ ഒരു സസ്പെൻസ്, അങ്ങനെ ഒരു അതിൽ പോയി നല്ലതാ. ഒരു ഇംഗ്ലീഷ് പടമൊക്കെ കണ്ട് ഇറങ്ങിയ പോലത്തെ ഒരു ഫീലിംഗ്, ഒരു ഇടിയും ഇങ്ങനെ ഇരുണ്ട് കൂടിയിട്ടുള്ള ഇടികളൊക്കെ അല്ലേ. നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്, കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്നോ? സെറ്റാണ്. കാശ് പോയില്ല. പക്ഷെ ഇത് നമ്മള് വീട്ടിൽ കാണാൻ പറ്റില്ല, ആ ഒരു എഫക്ട് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. കൊറേ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അല്ലേ. കൊറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകണം. അതെ, എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കും. മോഹൻലാലിന്റെ മമ്മൂട്ടിനൊക്കെ ഓരോ ഒറ്റ ഫ്രെയിമിൽ നമ്മൾ ഇനിയും അടുത്ത സിനിമ ഉണ്ടാവും, പക്ഷെ കൊറേ നാൾക്ക് ശേഷം അല്ലേ. അത് നമ്മള് 2020 കണ്ടാന്ന് കണ്ടില്ലേ, അതിലൊക്കെ കുറച്ച് കോമഡി ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെ കോമഡി ഒന്നുമില്ല. ഏതോ ഒരു ഭാഗത്ത് മാത്രം ഞാൻ ചിരിച്ചു വെറുതെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സീരിയസ് ആണ്. ഒരു നേവൽ ബേസും ഒരു നേവൽ ബേസും പിന്നെ എന്നിട്ട് സോൾജിയർ അങ്ങനത്തെ കുറച്ച് എലമെന്റുകളൊക്കെ വന്ന് അങ്ങനത്തെ കുറച്ച് പടം അടിപൊളിയാ, കാണാനുണ്ട്. അപ്പൊ ഞങ്ങൾ പതുക്കെ വെട്ടിപ്പോട്ടെ. ഇപ്പോൾ ഓൾറെഡി 12 മണിയായി. പിന്നെ നാളെ ഡ്യൂട്ടി ഇല്ല. എൻ്റെ ഡ്യൂട്ടി ഉണ്ട്. പാവം എൻ്റെ കാലത്തേക്ക് പോകും. ഞങ്ങളൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ എൻ്റെ. അപ്പൊ ഫസ്റ്റ് ഞാൻ നേരത്തെ എഴുന്നേക്കും. അപ്പൊ അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഉറക്കം എഴുന്നേറ്റ് സുഖമായിട്ടിരിക്കണ്ടേ.